ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീം പരിചയപ്പെടാം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി നൈറ്റ് ക്രീം തയ്യാറാക്കാം. പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആഗ്നെ വന്ന മാർക്സ് ഉള്ളവർ, അൺഈവണാണ്, ഡ്രൈ ആണ്, സ്കിന്നിനൊരു ഗ്ലോ ഇല്ല, സ്കിൻ എപ്പോഴും ഡള്ളായിട്ടിരിക്കുന്നു എന്നൊക്കെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റ് ക്രീം നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു നൈറ്റ് ക്രീമാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ പലരും പറയും, അപ്പോൾ ഇങ്ങനത്തെ പാക്കുകൾ മാത്രം ഇട്ടാൽ മതിയോ, സ്കിൻ കെയർ ഒന്നും ചെയ്യണ്ടേ എന്നുള്ളതും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള പാക്കുകൾ ഇട്ടിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരും ഉണ്ട്. റിസൾട്ട് കിട്ടാത്തതിൻ്റെ റീസൺ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. പ്രോപ്പർ സ്കിൻ കെയർ നമ്മൾ എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലത്തെ പാക്കുകളൊക്കെ യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടായിരിക്കും. മനസ്സിലായോ? നമ്മൾ അതൊന്നും ചെയ്യാതെ, സ്കിൻ കെയർ എന്താണെന്ന് പോലും അറിയാതെ, അതൊന്നും ചെയ്യാതെ വെറുതെ നമ്മൾ വീട്ടിൽ പാക്കുകൾ മാത്രം ഇട്ടാൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവും. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡള്ളാവും. കാരണം നമ്മൾ സ്കിന്നിന് കൊടുക്കേണ്ടത് ഒന്നും തന്നെ കൊടുക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കെയർ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് 40+ ഉള്ളവർക്ക് മാത്രമല്ല, നമ്മുടെ സ്കിൻ മെച്ചോർഡായി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. 40+ ഉള്ളവർക്കെന്ന് വെച്ചാൽ അത്രയും നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. അതുമാത്രമല്ല, നമുക്ക് തോന്നും ഞാൻ ഇതുവരെ വേറെ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ സ്കിന്നിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അത് നമ്മളുടെ തോന്നൽ മാത്രമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സ്കിന്ന് ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്, ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് സമയമാണെങ്കിലും നമ്മൾ സ്കിൻ മെച്ചോർഡായി കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഒരു ആഫ്റ്റർ 30 നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് സ്കിന്നിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 40 ആയിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അത് നിർബന്ധമായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഹെൽത്തി സ്കിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും അറിയില്ല എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്നുള്ളതും, എന്താണ് സ്കിൻ കെയർ, നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ചൂസ് ചെയ്യാനൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആകെ അറിയുന്നത് നമുക്ക് ഡോക്ടേഴ്സിനെ ഒന്ന് പോയി കണ്ടിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രീം കൊടുക്കും, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടും. അതിലല്ല കാര്യം. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിന് അസുഖമൊന്നുമല്ല നമുക്ക് ഡോക്ടറിനെയൊക്കെ കാണാനായിട്ട്. നമ്മൾ കറക്റ്റ് ഒരു സ്കിൻ കെയർ പ്രോപ്പറാക്കിയാൽ മതി. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്കിൻ കെയറിൻ്റെ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൈഡ് ചെയ്യണം, പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് 3 മാസം കൊണ്ടൊരു ഹെൽത്തി സ്കിൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ക്ലിയർ സ്കിൻ കിട്ടും. അത് വിത്തിൻ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 to 4 days ആകുമ്പോഴേക്കും തന്നെ സ്കിന്നിൽ ചേഞ്ച് കാണാൻ പറ്റും. നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൈഫ് ടൈമിലേക്കുള്ള ഒരു റൊട്ടീനാണ് നമ്മൾ ശീലിപ്പിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് വെളുക്കാനോ പെട്ടെന്ന് എന്തെങ്കിലും ഹാർഷായിട്ടുള്ള കെമിക്കൽ തരിക, ഒരു 10 ദിവസം കൊണ്ട് സ്കിൻ ബ്രൈറ്റ് ആവുമെന്ന് പറയും, അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിപാടിയില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഒരു കാരണവശാൽ നിങ്ങളൊരു പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് മേടിക്കരുത്. 10 ദിവസം കൊണ്ട് നിങ്ങൾ ബ്രൈറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കരുത്. സ്കിൻ വൈറ്റനിങ് പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ എത്രയോ വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഞാൻ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്കിൻ വൈറ്റനിങ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് സ്കിൻ ഡള്ളായി ഡാമേജ്ഡായി പോയിട്ടുള്ള ആൾക്കാരാണ്. സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നഷ്ടപ്പെടും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ വീണ്ടും നിങ്ങളിതിൽ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും ഞാൻ വീണ്ടും പറയാണ്, ഒരു കാരണവശാലും പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഒരു പ്രൊഡക്റ്റും നിങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്കിതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ വളരെ അത്ര ഒരു ഉള്ളെന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ 3 മാസത്തേക്കാണ് ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. 3 മാസത്തെ ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. 5000 rupees ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്. അതിന് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ എടുക്കാം. കാരണം ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഞാനത് മാറ്റി തന്നിരിക്കും.
എന്ത് പ്രശ്നമുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്തിരിക്കും കേട്ടോ, അത്രയും ഞാൻ ഗ്യാരൻറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ നമ്മളുടെ പാക്ക് നോക്കാം. അടിപൊളി പാക്കാണ് കേട്ടോ. ഇതെന്തായാലും പാക്കല്ല, നൈറ്റ് ക്രീമാണ്. നമുക്കിത് 3 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരുപാട് നല്ല പോലെ റിസൾട്ടായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആൽമണ്ട് എടുക്കുക, ഒരു 20 മുതൽ 25 ആൽമണ്ട് തലേന്ന് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. പിറ്റേന്ന് അതൊന്ന് പീൽ ചെയ്തെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു പേസ്റ്റ് രൂപത്തിൽ എടുത്തതിന് ശേഷം ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച് അത് മിൽക്ക് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കുക. ആ മിൽക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. നമുക്കൊരു 2 സ്പൂൺ, ഒരു ബൗളിലേക്ക് 2 സ്പൂൺ നമുക്ക് റോസ് വാട്ടർ എടുക്കുക. അതിലേക്ക് കുറച്ച് സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ ഒരു കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് മതി കേട്ടോ, ഒത്തിരി കൂടരുത്, വളരെ കുറച്ച് മാത്രം കുങ്കുമപ്പൂ എടുക്കുക. ഒരു പിഞ്ച് കേട്ടോ, ആ രീതിയിൽ എടുക്കുക. 2 സ്പൂൺ. അപ്പോൾ നമ്മൾ എന്താണ് എടുത്തത്? റോസ് വാട്ടർ അല്ലേ. എന്നിട്ട് സഫ്രോൺ എടുത്തു, കുങ്കുമപ്പൂ എടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് നമ്മൾ ഈ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മളൊരു 4 ടീസ്പൂൺ നമ്മൾ അലോവേറ ജെല്ലെടുക്കുക. അലോവേറ ജെല്ലെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രീൻ കളറുള്ള അലോവേറ ജെല്ല് എടുക്കരുത് കേട്ടോ. അതിലേക്ക് നമുക്ക് 2 to 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിലേക്ക് കൊടുക്കുക. ദെൻ നമുക്ക് ആൽമണ്ട്, അതുപോലെ തന്നെ ബദാം ഓയിൽ, മറ്റേ ഓയിൽ കിട്ടുമല്ലോ, ബദാം ഓയിൽ, ആൽമണ്ട് ഓയിൽ, അതൊരു 8 to 10 ഡ്രോപ്സ് കൊടുക്കുക. അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൂടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സിങ് പ്രോപ്പറായിരിക്കും, ചുമ്മാ ഇങ്ങനെ ഇട്ട് ഇളക്കിയാൽ പോരാ. ഓക്കെ, നന്നായിട്ട് കറക്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഒരു ക്രീം രൂപത്തിൽ തന്നെ കിട്ടും. കറക്റ്റായിട്ടൊരു നമ്മളെങ്ങനെയാണോ നമ്മളൊരു ക്രീം യൂസ് ചെയ്യുക ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ആൽമണ്ടാണ്. ആൽമണ്ട് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആക്കുന്നതൊക്കെ അറിയാലോ. അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യം, ആൽമണ്ട് ഓയിൽ വരുന്നുണ്ട്, ആൽമണ്ടിൻ്റെ വൈറ്റമിൻ ഇ ഉണ്ട്, നമുക്ക് അലോവേറ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, അതുപോലെ സാഫ്രോൺ, ദെൻ അതുപോലെ തന്നെ നമുക്ക് റോസ് വാട്ടർ. ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കേൾക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങളുള്ള പോലെയൊക്കെ തോന്നും. പക്ഷേ ഇത് ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്കൊരു 3 മാസത്തേക്കുള്ളതാണ് കേട്ടോ. ഇത് ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാത്രി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർ, അതുപോലെ തന്നെ ആഗ്നെ മാർക്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള റിസൾട്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും എടുത്ത് പറയാം, നമ്മൾ സ്കിൻ കെയർ മറന്നു പോകരുത്. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക, നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ നമ്മുടെ ശരീരത്തേക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതുപോലെ അത്രയ്ക്കും ആവശ്യമാണ്. നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്താവും, നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല, എനർജി ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ സ്കിന്നിന് കൊടുക്കേണ്ടതൊന്നും നമ്മൾ ഡെയിലി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ആക്റ്റീവ് ആവില്ല. മനസ്സിലായോ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സ്കിൻ കെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ പതിയെ നമ്മളുടെ സ്കിന്നിൽ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആവും. കുറേ ദിവസം കഴിയുമ്പോൾ ആദ്യം ചെറിയ ഡാർക്ക് സ്പോട്ടായിട്ട് കാണും, പിന്നെ അത് കുറച്ചും കൂടി സ്പ്രെഡ് ആവും. പിന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ ഭയങ്കര പിഗ്മെൻറ്റേഷനായിട്ട് കാണും. കാരണം നമ്മുടെ ഫേസിന് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയയിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡാമേജ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ റൈറ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ അറിയില്ല. ഓൺലൈനിൽ നിന്ന് കാണുന്ന എന്ത് പ്രൊഡക്റ്റ് കണ്ടാലും എല്ലാം മേടിച്ച് വയ്ക്കുന്ന ആൾക്കാരാണ് നമുക്ക് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഇത് കണ്ട ഇത് മേടിക്കും, നാളെ അത് കണ്ട അത് മേടിക്കും. ദയവ് ചെയ്ത് നിങ്ങളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മേടിച്ച് നമ്മളെ നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക കേട്ടോ. അതെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ നൈറ്റ് ക്രീം അടിപൊളിയാണ്. ഞാൻ വീണ്ടും പറയാം, ബദാം 25 എണ്ണം കുതിർത്ത് വയ്ക്കുക, അതിൻ്റെ തൊലി കളയുക, നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അത് ഒന്ന് പിഴിഞ്ഞ് അതൊന്ന് സ്റ്റെയിൻ ചെയ്ത് ഒരു വൈറ്റ് നല്ല വൃത്തിയുള്ള ക്ലോത്തിനകത്ത് വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാല് മാത്രമായിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ കുങ്കുമപ്പൂവും നമ്മളുടെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഹാഫ് സ്പൂൺ നമുക്ക് ഗ്ലിസറിൻ എടുക്കുക. 4 ടീസ്പൂൺ നമുക്ക് അലോവേറ ജെല്ലെടുക്കുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. 2 to 3 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. അതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. ഒന്നും കൂടി ഈ വീഡിയോ കാണും കേട്ടോ, മറന്നു പോകരുത്. കറക്റ്റ് എഴുതി വെച്ചേക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത്
ക്രീമാക്കി ഡെയിലി ബേസിൽ യൂസ് ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും, 100% റിസൾട്ടായിരിക്കും. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് നല്ല റിസൾട്ടാണെന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, ഇനിയും ബെറ്ററായിട്ട് പറഞ്ഞു തരണം എന്നുള്ള ആഗ്രഹമാണ് നമ്മൾ വീണ്ടും വീണ്ടും പുതിയ അപ്ഡേഷനായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരുപാട് ഗുണം ചെയ്യട്ടെ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഇത് ക്ലാസ് ആണ്, 3 മാസത്തെ ക്ലാസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, സമയം മാറ്റി വെക്കണമെന്നൊക്കെ. ഇത് 3 മാസത്തെ ക്ലാസ് ഒന്നുമല്ല, 3 മാസം ഞാൻ കറക്റ്റ് ഗൈഡ് ചെയ്ത് തരുവാണ്. നിങ്ങൾക്ക് ഒരു സമയം ഒന്നും തന്നെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. കൺസൾട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് സമയം മാത്രമേ 10 മിനിറ്റ് മാറ്റി വയ്ക്കുക, 10 to 15 മിനിറ്റ് ഡിപ്പെൻസ്. നമ്മൾ ഓരോരുത്തരുടെ സ്കിൻ നോക്കി സംസാരിക്കാനുള്ള ഒരു സമയം മാത്രമാണ്, അല്ലാതെ നമുക്ക് കുറേ സമയം വേണ്ട. പിന്നെ നമ്മളെല്ലാം വാട്സപ്പിൽ അപ്ഡേഷനാണ് വരുന്നത്. ബാക്കി പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ അതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, കാരണം അതിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, അതാണ് ഞാൻ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇന്നത്തെ നൈറ്റ് ക്രീം അടിപൊളിയാവട്ടെ, യൂസ്ഫുൾ ആവട്ടെ, എല്ലാവർക്കും അടിപൊളിയാവട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.